കഴിഞ്ഞ ദിവസം ഏതോ ഒരു ഇയാൾ എന്നോട് പറഞ്ഞത് ഒരു വീട്ടിൽ 3 സ്ത്രീകൾ മാത്രമുള്ള ഒരു വീട് സന്ദർശിക്കാൻ ഇലക്ഷന്റെ ഒക്കെ ഭാഗമായിട്ട് മറ്റോ പോയ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥയാണ്. നമസ്കാരം, ഞാൻ പൊട്ടക്കണ്ണൻ. അവർ പോയ സമയത്ത് അവരോട് സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, ആരുമില്ല. അപ്പൊ ചോദിച്ചു പോലും, നിങ്ങൾ 3 ആള് മാത്രമല്ലേ ഉള്ളൂ, എങ്ങനെ ജീവിക്കുന്നത്? ദരിദ്ര കുടുംബമാണ്. അപ്പൊ അതിൽ പ്രായമുള്ള ഒരു സ്ത്രീ പറഞ്ഞത്ര, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലമായി നമുക്ക് പിറക്കാതെ പോയ മകൻ നമ്മളെ ശരിക്കും രക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് തോന്നി, പക്ഷെ ഇവർക്കന്ന് മനസ്സിലായില്ല ആരാണത് ചോദിച്ചു പോലും. പക്ഷെ ആ രക്ഷകൻ വിടാൻ ഭാവമില്ല. 2026 വീണ്ടും വന്ന് ഒന്നുകൂടെ നമ്മളെ രക്ഷിക്കണം എന്നാണ് ആ മഹാനുഭവൻ പറയുന്നത്. അപ്പൊ അതിൽ പ്രായമുള്ള ഒരു സ്ത്രീ പറഞ്ഞത്ര, ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകൻ ഞങ്ങളെ രക്ഷിക്കുന്നു. കേരളത്തിന് ഇനിയും അദ്ദേഹത്തിന്റെ രക്ഷ ആവശ്യമാണത്രേ. സത്യം പറഞ്ഞാൽ എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. കഴിഞ്ഞ തവണ അദ്ദേഹം നമ്മളെ രക്ഷിച്ചപ്പോൾ പാവം ജനങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് കാശ് ബാക്കിയുണ്ടായിരുന്നു. അതുകൂടെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് ഈ 3-ാം ഊഴം. മറ്റാരുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി പെട്രോൾ അടിക്കുമ്പോൾ എക്സ്ട്രാ സെസ് കൊടുക്കുമ്പോഴും, കറണ്ട് ബില്ല് നമ്മളെ ഷോക്ക് അടിപ്പിക്കുമ്പോഴും, വാട്ടർ ബില്ലിൽ നമ്മൾ മുങ്ങിച്ചാകുമ്പോഴും ഈ രക്ഷ നമ്മൾ ഓർക്കേണ്ടതല്ലേ? ഇപ്പൊ നമ്മൾ ഏതാണ്ടൊക്കെ രക്ഷപ്പെട്ട അവസ്ഥയിലാണ്. ഇനി 2026 കൂടെ അദ്ദേഹം നമ്മളെ ഒന്ന് കൈവച്ച് രക്ഷിച്ചാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ അധികകാലം ജീവിക്കേണ്ടി വരില്ല. ഉടനോടെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടേണ്ടി വരും. ഈ പിറക്കാത്ത മകൻ വന്ന് നമ്മളെ രക്ഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആ പഴയ സിനിമ ഡയലോഗ് ഓർമ്മ വരുന്നത്. ഇനി എന്നെ എങ്ങനെ രക്ഷിക്കരുത് സാറേ, എനിക്ക് വയ്യ. കടമെടുത്ത് കേരളത്തെ രക്ഷിക്കുന്ന ഈ സ്വർണ്ണ മനസ്സുണ്ടല്ലോ, സ്വർണം പറഞ്ഞ് തെറ്റിപ്പോയി, അത് മാപ്പാക്കി ഡിലീറ്റ് ചെയ്തേ. അതുവരെ ആർക്കുമില്ല. പൊട്ടക്കണ്ണനാണെങ്കിൽ എനിക്ക് കാണാം കേട്ടോ. 2026 കഴിയുമ്പോൾ മലയാളികളുടെ കയ്യിൽ ആകെ ബാക്കി ഉണ്ടാകുന്നത് ആ പഴയ റേഷൻ കാർഡ് മാത്രമായിരിക്കും. ഈ തുടർച്ചയായ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ചെയ്യൂ. പൊട്ടക്കണ്ണൻ ട്രോൾസ്.